ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ എഫേസോസ് 5-ാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളും വീഡിയോ ചെയ്തു കഴിയുകയാണ്. ഇതിന് സമാന്തരമായി മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കും ആദ്യം മുതലുള്ള മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, എഫേസോസ് 5-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 33. 2. എഫേസോസ് 5-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ദൈവത്തെ അനുകരിക്കുക. 3. പൗലോസ്ലീഹ എഫേസോസ് 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്? വത്സല മക്കളെ പോലെ. 4. വത്സല മക്കളെ പോലെ നിങ്ങൾ ആരെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ. 5. ആരു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ക്രിസ്തു. 6. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിൽ ജീവിക്കുവിൻ. 7. നമുക്ക് വേണ്ടി സുരഭില കാഴ്ചകളും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചതാര്? ക്രിസ്തു. 8. ക്രിസ്തു നമുക്ക് വേണ്ടി എങ്ങനെയാണ് തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? സുരഭില കാഴ്ചയും ബലിയുമായി. 9. ക്രിസ്തു നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ആർക്കാണ് സമർപ്പിച്ചത്? ദൈവത്തിന്. 10. എഫേസോസ് 5:3 പ്രകാരം നിങ്ങളുടെ ഇടയിൽ എന്തിന്റെ പേര് പോലും കേൾക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും. 11. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും എന്തുപോലും കേൾക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പേര് പോലും. 12. എങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കാതെ. 13. ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധർക്ക്. 14. എഫേസോസ് 5:4 പ്രകാരം നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം? മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും. 15. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? നമുക്ക് യോജിച്ചതല്ല. 16. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം എന്താണ് ഉചിതം? കൃതജ്ഞതാസ്തോത്രം. 17. ആർക്കെല്ലാം ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും. ഈ പറയുന്ന കാര്യങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ പഠിക്കാൻ പരിശ്രമിക്കുക. 18. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരുടെ രാജ്യത്തിലാണ് അവകാശമില്ലാത്തത്? ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും. 19. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ എന്തു ചെയ്യാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? വഞ്ചിക്കാതിരിക്കട്ടെ. 20. ആരും നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട്. 21. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു. ഏവ അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം. 22. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നത് ആരുടെ മേൽ? അനുസരണമില്ലാത്ത മക്കളുടെ മേൽ. 23. അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിപതിക്കുന്നത്? ദൈവത്തിന്റെ ക്രോധം. 24. എഫേസോസ് 5:7 പ്രകാരം ആരുമായി സമ്പർക്കമരുത് എന്നാണ് പൗലോസ് പറയുന്നത്? അനുസരണമില്ലാത്ത മക്കളുമായി. 25. അനുസരണമില്ലാത്ത മക്കളുമായി എന്ത് അരുതെന്നാണ്
പൗലോസ്ലീഹ പറയുന്നത് സമ്പർക്കമരുത്. 26 എഫേസോസ് 5:8 പ്രകാരം ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? അന്ധകാരമായിരുന്നു. 27 ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ ആരായിരിക്കുന്നു? പ്രകാശമായിരിക്കുന്നു. 28 ഇന്ന് നിങ്ങൾ ആരിലാണ് പ്രകാശമായിരിക്കുന്നത്? കർത്താവിൽ. 29 എന്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? പ്രകാശത്തിന്റെ. 30 പ്രകാശത്തിന്റെ മക്കളെ പോലെ എന്തു ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? വർത്തിക്കുവിൻ. 31 പ്രകാശത്തിന്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലെല്ലാം? സകല നന്മയിലും നീതിയിലും സത്യത്തിലും. 32 എഫേസോസ് 5:10 പ്രകാരം എന്ത് വിവേചിച്ചറിയുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന്. 33 അന്ധകാരത്തിന്റെ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് എന്നാണ് പൗലോസ് പറയുന്നത്? നിഷ്ഫലമായ. 34 അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ് പറയുന്നത്? പങ്കുചേരരുത്. 35 അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ എന്ത് ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? കുറ്റപ്പെടുത്തുവിൻ. 36 എഫേസോസ് 5:11 പ്രകാരം കുറ്റപ്പെടുത്തേണ്ടത് എന്തിനെ? അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ. 37 എങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമാണ്, രഹസ്യമായി. 38 ലജ്ജാവഹമാണെന്ന് പൗലോസ് പറയുന്നത് എന്ത്? അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർ ചെയ്യുന്ന രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും. 39 പ്രകാശിതമായവയെല്ലാം എന്തു ചെയ്യും? പ്രശോഭിക്കും. 40 എന്താണ് പ്രശോഭിക്കുന്നത്? പ്രകാശിതമായവയെല്ലാം. 41 പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ട് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. 42 ആരോടാണ് ഉണരുക എന്ന് പറയുന്നത്? ഉറങ്ങുന്നവനോട്. 43 ഉറങ്ങുന്നവനോട് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉണരുക. 44 ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ആര് നിന്റെ മേൽ പ്രകാശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു. 45 മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട്? ഉറങ്ങുന്നവനോട്. 46 അവിവേകികളെ പോലെ ആകാതെ ആരെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിവേകികളെ പോലെ. 47 ആരെപ്പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിവേകികളെ പോലെ. 48 എഫേസോസ് 5:16 പ്രകാരം ഇപ്പോൾ എന്തിന്റെ ദിനങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തിന്മയുടെ. 49 ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങൾ എന്ത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സമയം. 50 ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങൾ സമയം പൂർണ്ണമായും എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രയോജനപ്പെടുത്തുവിൻ. 51 ഭോഷന്മാരാകാതെ എന്ത് മനസ്സിലാക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന്. 52 എങ്ങനെ ആകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ഭോഷന്മാരാകാതെ. 53 നിങ്ങൾ എന്ത് കുടിച്ച് ഉന്മത്തരാകരുത് എന്നാണ് പൗലോസ് പറയുന്നത്? വീഞ്ഞു കുടിച്ച്. 54 നിങ്ങൾ വീഞ്ഞു കുടിച്ച് എന്താകരുതെന്നാണ് പൗലോസ് പറയുന്നത്? ഉന്മത്തരാകരുത്. 55 വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്ത്? വീഞ്ഞിൽ ദുരാസക്തിയുണ്ട്. 56 ദുരാസക്തി ഉള്ളത് എന്തിൽ? വീഞ്ഞിൽ. 57 നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ എന്തിനാൽ പൂരിതരാകുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? ആത്മാവിനാൽ. 58 നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ എന്തു ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്? പൂരിതരാകുവിൻ.
59 എങ്ങനെ പരസ്പരം സംഭാഷണം ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. 60 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും ചെയ്യേണ്ടതെന്ത്? പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രകീർത്തിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? കർത്താവിനെ. 62 കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ. 63 പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എങ്ങനെ? ഗാനാലാപനങ്ങളാൽ. 64 എപ്പോഴും എല്ലാറ്റിനും വേണ്ടി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിൽ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 65 എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്ക്? പിതാവായ ദൈവത്തിന്. 66 ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കേണ്ടത്? ക്രിസ്തുവിനോടുള്ള. 67 ക്രിസ്തുവിനോടുള്ള എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കേണ്ടത്? ബഹുമാനത്തെ പ്രതി. 68 ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ എന്തായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരസ്പരം വിധേയരായിരിക്കുവിൻ. 69 എഫേസോസ് 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ഭാര്യാഭർത്താക്കന്മാർ. 70 എഫേസോസ് 5:22 പൗലോസ് ഉപയോഗിക്കുന്ന സംബോധന ഭാര്യമാരെ. 71 നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താവിന് വിധേയരായിരിക്കുവിൻ. ഇത് പൗലോസ് ആർക്ക് നൽകുന്ന ഉപദേശമാണ്? ഭാര്യമാർക്ക്. 72 ഭാര്യമാരെ നിങ്ങൾ ആർക്കെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്. 73 ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്ന് പറയാൻ കാരണമെന്ത്? ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ ശിരസായിരുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. 74 ക്രിസ്തുവിൻ്റെ ശരീരമെന്ത്? സഭ. 75 ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ എന്താണ്? ശിരസ്. 76 ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഭാര്യയുടെ ശിരസാര്? ഭർത്താവ്. 77 സഭയായ ശരീരത്തിൻ്റെ രക്ഷകനാര്? ക്രിസ്തു. 78 സഭ ആർക്കാണ് വിധേയയായിരിക്കുന്നത്? ക്രിസ്തുവിന്. 79 ക്രിസ്തുവിന് വിധേയയായിരിക്കുന്നത് ആര്? സഭ. 80 ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എങ്ങനെ? സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ. 81 ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്കാണ് വിധേയയായിരിക്കേണ്ടത്? ഭർത്താക്കന്മാർക്ക്. 82 എഫേസോസ് 5:25 സംബോധന എന്ത്? ഭർത്താക്കന്മാരെ. 83 സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതാര്? ക്രിസ്തു. 84 ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. 85 ക്രിസ്തു തന്നെ സമർപ്പിച്ചത് എന്തിനു വേണ്ടി? സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. 86 ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ഭർത്താക്കന്മാർ എന്തു ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഭാര്യമാരെ സ്നേഹിക്കണം. 87 ക്രിസ്തു സഭയെ എന്തു ചെയ്യാനാണ് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത്? വിശുദ്ധീകരിക്കാൻ. 88 എഫേസോസ് 5:26 പ്രകാരം സഭയെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തു ചെയ്തതെന്ത്? ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. 89 ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് എന്തിന്? അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടി. 90 ക്രിസ്തു സഭയെ ജലം കൊണ്ടു കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കിയത് അവൾ എങ്ങനെ ആയിരിക്കുന്നതിനു വേണ്ടിയാണ്? കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനു വേണ്ടി. 91 എഫേസോസ് 5:28 പ്രകാരം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? സ്വന്തം ശരീരത്തെ എന്ന പോലെ. 92
ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത്? തന്നെ തന്നെ. 93 തന്നെ തന്നെ സ്നേഹിക്കുന്നത് ആര്? ഭാര്യയെ സ്നേഹിക്കുന്നവൻ. 94 ആരും ഒരിക്കലും വെറുക്കാത്തത് എന്ത്? സ്വന്തം ശരീരത്തെ. 95 ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ എന്തു ചെയ്യുന്നില്ല? വെറുക്കുന്നില്ല. 96 ക്രിസ്തു സഭയെ എന്ന പോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ എന്തു ചെയ്യണം? പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. 97 ഭർത്താക്കന്മാർ ഭാര്യമാരെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതെങ്ങനെ? ക്രിസ്തു സഭയെ എന്ന പോലെ. 98 എഫേസോസ് 5:30 പ്രകാരം നാം ആരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്? ക്രിസ്തുവിന്റെ. 99 നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ എന്താണ്? അവയവങ്ങളാണ്. 100 പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുന്നതാര്? പുരുഷൻ. 101 പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ആരോടാണ് ചേരുന്നത്? ഭാര്യയോട്. 102 പുരുഷൻ ഭാര്യയോട് ചേരുന്നത് എങ്ങനെ? പിതാവിനെയും മാതാവിനെയും വിട്ട്. 103 അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം ഉദ്ദേശിച്ചാണ്? പുരുഷനെയും ഭാര്യയെയും. 104 പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ഒരു വലിയ രഹസ്യം. 105 ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ആരോട് ബന്ധപ്പെടുത്തിയാണ്? സഭയോടും ക്രിസ്തുവിനോടും. 106 സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി പൗലോസ് പറയുന്ന ബന്ധം ഏത്? ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം. 107 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ആരെ സ്നേഹിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്? ഭാര്യയെ. 108 ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും ആരെപ്പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്? തന്നെപ്പോലെ തന്നെ. 109 ഭാര്യയാകട്ടെ ഭർത്താവിനെ എന്തു ചെയ്യുകയും വേണം എന്നാണ് പൗലോസ് പറയുന്നത്? ബഹുമാനിക്കണം. 110 ഭാര്യ ആരെ ബഹുമാനിക്കുകയും വേണം എന്നാണ് പൗലോസ് പറയുന്നത്? ഭർത്താവിനെ. ഇങ്ങനെ 110 ചോദ്യങ്ങളാണ് എഫേസോസ് 5-ാം അധ്യായത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വീഡിയോ കൂടിയാകുമ്പോൾ 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളും വീഡിയോ ചെയ്തു കഴിയുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ പഠന സഹായി പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. 2019 സാവീഡിയ എന്ന പേരിൽ ലോഗോസ് ക്വിസ് പഠനത്തിനായി ഒരു ചാനൽ ആരംഭിക്കുന്നത്. 6 വർഷത്തോളം നമ്മുടെ ചാനലിൽ നിന്ന് ചോദ്യോത്തരങ്ങളുടെ വീഡിയോ കണ്ട് പരീക്ഷ എഴുതിയ ധാരാളം ആളുകൾ, 90-ലധികം മാർക്ക് വാങ്ങാൻ കഴിഞ്ഞവർ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ചാനലിൽ തയ്യാറാക്കുന്ന അതേ ചോദ്യോത്തരങ്ങൾ ഒരു പുസ്തകമാക്കിയിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് കോപ്പികളാണ് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ കോപ്പീസ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്താൽ നമ്മൾ കുറച്ച് പുസ്തകം കൂടി പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. പ്രിന്റ് ചെയ്തതിൽ ഇനി വളരെ കുറച്ച് പുസ്തകമാണ് അവശേഷിക്കുന്നത്. താല്പര്യമുള്ളവർ എത്രയും വേഗം ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുസ്തകം ലഭ്യമാക്കുന്നതാണ്. ഒന്നിച്ച് പുസ്തകം ഓർഡർ ചെയ്യുന്നവർക്ക് വില കുറച്ച്, പോസ്റ്റൽ ചാർജ് കുറച്ച് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.